ഇവിടെ BBC-യുടെ കാരിച്ചാൽ. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ 0.005 മില്ലി സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് BBC കൈനഗിരിയുടെ വിയപുരം ചുണ്ടനെ പരാജയപ്പെടുത്തിയത്. ഇതിനെതിരെ വില്ലേജ് ബോട്ട് ക്ലബ്ബും സ്റ്റാർട്ടിംഗിലെ പിഴവിനെതിരെ 3ാം സ്ഥാനക്കാരായ നടുഭാഗം ചുണ്ടൻ തുഴഞ്ഞ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബും പരാതി നൽകിയിരുന്നു. തുടർന്ന് പരാതിക്കാരിൽ നിന്ന് അപ്പീൽ കമ്മിറ്റി തെളിവുകളും ദൃശ്യങ്ങളും ശേഖരിച്ചു. അമ്പയർമാർ, ജഡ്ജസ്, സ്റ്റാർട്ടർമാർ, സംഘാടക സമിതി പ്രതിനിധികൾ എന്നിവരുടെ അഭിപ്രായങ്ങളും അപ്പീൽ കമ്മിറ്റി തേടി. എല്ലാ വശങ്ങളും പരിശോധിച്ചതിൽ നിന്ന് ഫലം പുനഃപരിശോധിക്കേണ്ട സാഹചര്യമില്ലെന്ന തീരുമാനത്തിലേക്കാണ് കമ്മിറ്റി എത്തിയത്. അവരെ കേട്ടു, അവരുടെ പരാതി വിശദമായിട്ട് പരിശോധിച്ചു, ബന്ധപ്പെട്ട വീഡിയോ, ടൈമിംഗ് സിസ്റ്റം എന്നിവ പരിശോധിച്ചു. ജഡ്ജസ് പ്രഖ്യാപിച്ച വിധി പുനഃപരിശോധിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നതായി കാണുന്നില്ല. ഏകപക്ഷീയമായ രാഷ്ട്രീയ തീരുമാനമാണെന്ന് BBC കൈനഗിരിയും വിയപുരം ചുണ്ടനും ആരോപിച്ചു. 1 കോടി രൂപ മുടക്കി, അതിന്റെ കൂട്ടത്തിൽ ഇനി 2 കരക്കാരും കൂടെ വിചാരിച്ചാലും 10 ലക്ഷം കൂടെ ഹൈക്കോടതി മുടക്കാം. എന്തായാലും ഇത് വെറുതെ വിടാനുള്ള ഉദ്ദേശമില്ല. വിവാദം അനാവശ്യമെന്ന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞു ജയിച്ചതാണ്. അവർക്ക് യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. ഞങ്ങൾ എല്ലാ വർഷവും ഈ കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി ഞങ്ങൾ ഈ വിജയം നേടിയിരിക്കുന്നത്. കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബും വിയപുരം ചുണ്ടൻവള്ള സമിതിയും അടുത്ത ദിവസം ഹൈക്കോടതിയെ സമീപിക്കും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.